ഗായ്സ്, ചേട്ടൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ന്യൂ പ്ലിമൗത്ത് മൗണ്ട് ടർനാക്കിയിലാണ്. ഇതൊരു മഞ്ഞുള്ള ഒരു മലയാണ്. ഇപ്പം മഞ്ഞില്ല, നേരത്തേക്ക് ഈ റോഡൊക്കെ മഞ്ഞും കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മലയുടെ പുറത്താണ് കുറേ മണ്ണൊക്കെ വന്ന് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വണ്ടി എൻ്റെ ഫാമിലി, ഇവിടുത്തെ ഞങ്ങളുടെ പപ്പായുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫാമിലിയും കൂടെ ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ കയറിയതാണ്. അവരാണെങ്കിൽ ആദ്യം എത്തിയപ്പോഴത്തേക്കും ഞങ്ങളിവിടെ നിന്നപ്പോഴത്തേക്കും അവർക്ക് അവരാണെങ്കിൽ ആദ്യം എത്തി. അവർക്ക് ഭയങ്കര തണുപ്പാണെന്നൊക്കെ പറഞ്ഞു. കാറ്റെന്ന് വന്നാൽ ഇത് കണ്ടോ, ഇത് അവിടുത്തെ മല കയറുക ഞങ്ങൾ. പിന്നെ ആ മല കയറിക്കൊണ്ടിരിക്കുക. ഇത് ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഞാനൊക്കെ ഉടുപ്പിൻ്റെ അകത്തോട്ട് കൈയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തണുത്തിട്ട്. അവിടെ ഇവിടുത്തെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ മാത്രം ജാക്കറ്റൊന്നും ഇല്ലാതെ സൂപ്പറായിട്ടിരുന്നു. കോട്ടയോട് ഒരാൻറ്റി മാത്രമേ ഞങ്ങളുടെ കൂടെ ജാക്കറ്റ് ഇട്ടുള്ളൂ. പിന്നെ ഇതാ ഒരു ബ്രിഡ്ജാണ്. അത് ഉണ്ടോ, ഇത് ബ്രിഡ്ജ് നല്ല വലിയത് കണ്ടോ. ആ പൊട്ടിക്കിടക്കുന്ന ഇത് കണ്ടില്ലേ, അത് ഒരു വശം മണ്ണിടിച്ചിൽ വന്നപ്പോഴത്തേക്കും അത് തകർന്നിങ്ങനെ ഊർന്നു വന്നേ. പിന്നെ അത് ഇവിടെ വെള്ളം ആകണം, എന്നാലേ ഉള്ളൂ ഇതാകൂ. വെള്ളപ്പൊക്കം വരാതിരിക്കുള്ളൂ. ഈ വെള്ളം ഇങ്ങനെ മണ്ണൊക്കെ വന്നിങ്ങനെ സമ്മറൊക്കെ ആകുമ്പോൾ ഈ വെള്ളം മെൽറ്റാകും. അങ്ങനെ നടന്നൊരു വഴി എത്തിയായി. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ. ഇത് ഞങ്ങളുടെ ഫാമിലി ഒക്കെയാണ്. ഇതൊരു ടണലാണ്. ഈ ടണല് ഇച്ചിരി ഇതുള്ളത് നമുക്കിങ്ങനെ എക്കോ ഉള്ളത് ഇതിനകത്ത്. പക്ഷേ തണുപ്പില്ല, ഇതിനകത്ത് ഇച്ചിരി ചൂടുണ്ട്. ബാക്കി പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കാലൊക്കെ മരവിച്ച് എൻ്റെ കാലൊക്കെ മരവിച്ചിരിക്കും ഇപ്പോൾ. പിന്നെ കണ്ടോ, ഇതൊരു ബ്രിഡ്ജ്. നമ്മൾ പറഞ്ഞ ബ്രിഡ്ജില്ല അവിടെ കണ്ടത്, ആ ബ്രിഡ്ജ് ഇത് കണ്ടോ. നല്ല കാറ്റുണ്ട് ഇവിടെ, തണുത്ത കാറ്റ് കേട്ടോ. മേളിൽ ഇച്ചിരി ഐസ് ഉണ്ട് കേട്ടോ. മേളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഐസ് ഉണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഇവിടെ റോക്ക് ഫോളൊക്കെ ഉണ്ട്. കാരണം എങ്ങനെയാണെന്നറിയാം, ഇപ്പം നമ്മൾ വാക്ക് ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒരു റോക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു റോക്ക് വീഴും. കണ്ടോ, ഒരു ടണലിൽ നിന്ന് ഇറങ്ങുന്നേ ഞങ്ങൾ. ഉണ്ടോ, ഇത് നടന്നു കണ്ടോ. ഇത് കൊക്കയാണ് ഒരു സൈഡിൽ. അതിനകത്തോട്ട് എൻ്റെ പപ്പ പറഞ്ഞു അതിനകത്തോട്ട് കയറില്ലെന്ന്. അതിനകത്തോട്ട് കയറുവാണെങ്കിൽ വീഴുവാണെങ്കിൽ പോയി. അപ്പോഴത്തേക്ക് ഞാൻ പുല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്നു. കണ്ടോ നല്ല വ്യൂ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വ്യൂ. ഇവിടെ മറ്റേ സിറ്റി നോക്കുമ്പോഴത്തേക്കും ഇച്ചിരി മഞ്ഞൊക്കെ മൂടിപ്പിടിച്ച് കിടക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ന്യൂ പ്ലിമൗത്ത് എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ചെറിയ ഏറ്റുമാനൂരില്ലേ, അതുപോലത്തെ ഒരു സ്ഥലം. പിന്നെ ഞാനാണെങ്കിൽ ഇതിൻ്റെ പക്കത്ത് ഒരു ജെറ്റ് പോകുന്ന കണ്ടേ. അപ്പം ഞാനോർത്ത് ഉൽക്കവെല്ലാം വന്നു. ഇത് ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് സ്റ്റെപ്പ് കയറി ആ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് കയറണം. കണ്ടോ, ബ്രിഡ്ജിൻ്റെ പൊക്കത്തെ ഇത് ഭയങ്കര ആടെന്ന് വെച്ചത് കേട്ടോ. തൂക്കുവാലം പോലെയെന്ന് പറഞ്ഞാൽ നല്ലപോലെ ആടും. അത് നല്ലപോലെ പേടിക്കുകയും ചെയ്യും. കണ്ടോ, കൊക്കയത്. അതിനകത്തൊക്കെ ആടുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചൊക്കെ നിൽക്കുവാണെങ്കിൽ ചെറിയ ഉണ്ടോ. ഈ സ്റ്റെപ്പ് കയറി മടുത്തു. അതാണെങ്കിൽ കണ്ട് 5 റോ സ്റ്റെപ്പ് വരെ ഇടുന്നു. എനിക്ക് ജലദോഷം പിടിച്ചു. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിരിക്കുക, ചുമയൊക്കെ ഉണ്ടോ. ഇതാ ബ്രിഡ്ജ് കേട്ടോ. എൻ്റെ പൊന്നോ, ഇതെന്നാ ഒരു ബ്രിഡ്ജാണ്. എൻ്റെ അങ്കിള് കയറുന്നില്ല ഇതിനകത്ത്. കണ്ടോ, ഇത് നല്ല ആടുന്ന ബ്രിഡ്ജാണ് കേട്ടോ.
അതുകൊണ്ടല്ല ഞങ്ങൾ 2 കൈയും വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആങ്കിൾ കയറുന്നില്ല ബ്രിഡ്ജിലോട്ട്. ഭയങ്കര ആട്ടം. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ വരും. ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, അങ്ങനെ വരാൻ തോന്നും. ഉണ്ടോ ആ മഞ്ഞ് വന്ന് വീണ കിടക്കുന്ന സ്ഥലം? മഞ്ഞ് വീണല്ല, അത് മറ്റേ പൊട്ടിയത്. കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ നല്ല. ആ കാറ്റ് വരുമ്പോൾ ഈ തൂക്കുവാല ഇങ്ങനെ ആടുന്നത്. ഉണ്ടോ ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നതാ. ഉണ്ടോ സെറ്റ് വ്യൂ. എനിക്കിഷ്ടപ്പെട്ടു ഇവിടുത്തെ വ്യൂ. ഉണ്ടോ ഇവിടെ ഉണ്ടോ ആ താഴെ കണ്ടോ മണ്ണൊക്കെ ഇടിഞ്ഞ് കയറുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇത് വെച്ച് നമ്മൾ മൗണ്ട് എവറസ്റ്റ് കയറുന്ന അതിൻ്റെ ഒരു 8ാമത്തെ അല്ല അതിനേക്കാളും എന്താ ഒരു 70 അടി അല്ല 70 പ്രാവശ്യം പുറകില്ല ഈ മല. ഇതിൻ്റെ പൊക്കത്താണെങ്കിൽ ഇച്ചിരി മലയുണ്ട്. പൊക്കത്ത് പീക്കിൽ പോകണം നമ്മളൊന്ന് ഈ മഞ്ഞ് കാണണമെങ്കിൽ. പക്ഷെ അതിന് വേണ്ടി നമുക്ക് ജാക്കറ്റൊക്കെ വേണം. ഞങ്ങൾ ജാക്കറ്റൊന്നും എടുത്തില്ല. പക്ഷെ അവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മുകളിലോട്ട് കയറാൻ പറ്റും. കാരണം അവിടെ കുറേ ഇങ്ങനെ റോക്ക് ഫോൾ മറ്റേ കല്ലൊക്കെ വീഴുന്നുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പാലം കടന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു. പിന്നെ ഇത് ഭയങ്കര കയറ്റമാണ്. ഇങ്ങനെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ എന്താ വെടി വെക്കുന്ന പോലെ നമ്മൾ ഇറങ്ങിപ്പോകുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ടപ്പേന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര തണുപ്പാണ്. ഭയങ്കര എനിക്ക് ജലദോഷം വരാൻ തുടങ്ങി. എൻ്റെ ചെവിയൊക്കെ ഇടന്നിരിക്കുക. ഇതെൻ്റെ പപ്പ ഊളായിട്ട് പോവാം. ഞാനൊക്കെ ഇല്ലേ സൈഡിലൊക്കെ പിടിച്ച് പതിയെ പോവായിരുന്നു. തണുക്കുന്നു. ഞാൻ ജാക്കറ്റ് എടുത്തില്ല. ഞാൻ അപ്പോൾ മറ്റേ ഉടുപ്പിൻ്റെ അകത്തോട്ട് കൈ ഇപ്പോൾ ഇവിടെ വെച്ച് ഉടുപ്പിൻ്റെ അകത്തോട്ട് കൈ വീഴുവാണെങ്കിൽ ഞാൻ പേടിച്ചെന്തെങ്കിലും എനിക്കെന്തെങ്കിലും പറ്റും. ഇത് ഞങ്ങൾ തിരിച്ചിറങ്ങാം ബ്രിഡ്ജിൽ നിന്ന്. തിരിച്ചിറങ്ങി ഞങ്ങളിപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടം വരെ എത്തി. ഉണ്ടോ നല്ല വൈബായിട്ടുള്ള സ്ഥലമായത്. വൈബ് എന്ന് വെച്ചാൽ സെറ്റ് വൈബ് കേട്ടോ. നല്ല വ്യൂ ഉള്ള സ്ഥലം. ഇതുണ്ടോ ഇവിടെ കുറേ കൊക്കയാണ് കേട്ടോ. അത് അപ്പുറത്ത് കിടക്കുന്ന കൊക്കയാണ് സംഭവം. ഭയങ്കര കണ്ടോ. ഇത് ഞങ്ങൾ മറ്റേ വണ്ടിയുടെ അടുത്തെത്തിയതാണ്. അങ്ങനെ ഫൈനലി ഒന്ന് താഴത്തോട്ടെത്തി. ഞങ്ങൾ വണ്ടിക്കകത്തോട്ട് ഓടി കയറുക. പറക്കുമായിരുന്നു ഞങ്ങൾ വണ്ടിക്കകത്തോട്ട്. കാരണം തണുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനാരും. അപ്പോൾ ഗൈസ് നിങ്ങൾ എടുത്ത വീഡിയോക്ക് മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് വേണം. എനിക്ക് 40 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളത് കുറച്ചും കൂടെ എനിക്ക് കൂട്ടണം. അപ്പോൾ നിങ്ങൾ ഷെയർ ഒക്കെ ചെയ്യണം. ബൈ.